وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين الفائزين برضا الله. ما بعد. بسم الله الرحمن الرحيم وإنك لعلى خلق عظيم. ബഹുമാന ആദരവിൽ നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. കണ്ണും കാതും കൂർപ്പിച്ച് വെച്ച ഏതൊരുത്തനും കാണാനും കേൾക്കാനും സാധിക്കുന്നതാണ് ആഘോഷത്തിന്റെ ആരവങ്ങൾ. മണ്ണും വെണ്ണും തോരണങ്ങൾ കൊണ്ട് അലങ്കരിതമാണ്. ആർക്കും തന്നെ ഘനനീലിമയിൽ നക്ഷത്രങ്ങൾ വർണ്ണമഴ പൊഴിക്കുന്നത് കാണുന്നില്ല. എന്താണ് ഇതിന് കാരണം? മറ്റൊന്നുമല്ല, ഈ സർവ്വലോക സൃഷ്ടിപ്പിന് കാരണമായ മാനവരുടെ മാനസാന്തരത്തിലേക്ക് മാനവിപ്ലവത്തെ ചാർത്തിക്കൊടുത്ത വിശ്വപ്രമോചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ ആഘോഷം തന്നെ. മറ്റൊരു നേതാവിന്റെ ആഘോഷത്തിന് നമ്മുടെ മനസ്സിൽ ഇത്ര മഹബത്ത് നിറയാറില്ല. മറ്റൊരു നേതാവിന്റെ ആഘോഷം നാം ഇങ്ങനെ ആഘോഷിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം മാത്രമേ നാം ഇങ്ങനെ ആഘോഷിക്കുകയുള്ളൂ. 6-ാം നൂറ്റാണ്ട് പെണ്ണും ലഹരി നിത്യവികാരമായിരുന്ന ഒരു കാലം. ആ സമൂഹത്തിലേക്കാണ് നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാല്യവും യുവത്വവും എല്ലാം നന്മയിൽ അധിഷ്ഠിതവും തിന്മയിൽ നിന്നും പൂർണ്ണ മുക്തവുമായിരുന്നു. ആ മഹാമരീമസമായ അന്ധകാരത്തിന്റെ സമൂഹത്തിൽ നിന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടിച്ചെടുത്തത്, വാർത്തെടുത്തത് പകരം വെക്കാനില്ലാത്ത പുണ്യപൂമരങ്ങളെയാണ്. ആ പുണ്യപൂമരങ്ങളുടെ മഹബത്തിനോട് നമ്മുടെ ഇഷ്ക് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ മഹബത്തൊന്നും അയലത്തെത്തുന്നില്ല. നാം സ്വഹാബികളുടെയൊക്കെ ഇഷ്ക് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, നാം ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അതല്ലേ ഒരു ദിവസം മദീന ഭരണകാലത്ത്, മദീന ഭരിക്കുന്ന കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഭരണ പരിധിയിലൂടെ മദീനയുടെ തെരുവോരങ്ങളിലൂടെ ഇങ്ങനെ റോന്തു ചുറ്റി നടക്കുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു കുടിഞ്ഞകത്ത് നിന്നുകൊണ്ട് ഒരു ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ പാടുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉമ്മയുടെ പിറകിൽ പോയിരുന്നു. അങ്ങനെ ഉമ്മ മദ്ഹ് പാടി പാടി അങ്ങേയറ്റം എത്തിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. അങ്ങനെ ഉമ്മ മദ്ഹ് പാടി പാടി ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞ് ഉമ്മ കരച്ചിൽ കേട്ടു. അപ്പോൾ ആ ഉമ്മ ചോദിച്ചു, മോനെ നീ ആരാണ്? നീ എന്തിനാണ് കരയുന്നത്? അപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമ്മ ഞാൻ ഉമറാണ്, ഞാൻ മദീനയുടെ ഭരണാധികാരിയാണ്. ഞാൻ നബിത്തങ്ങളുടെ മദ്ഹ് കേട്ട് വിലപിച്ച് കരഞ്ഞു പോയതാണ്. ആ നബിത്തങ്ങളുടെ വേർപാടിനെ ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാണ് ഉമ്മ. ആരാണ് കരയുന്നത്? ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തവരാണ് ഉമർ റളിയല്ലാഹു അൻഹു. അത്തരത്തിലുള്ള പുണ്യപൂമരങ്ങളായ സ്വഹാബികൾ, ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കേട്ട് വിലപിക്കുമ്പോൾ നാം എല്ലാം ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മുടെ ഇഷ്ക് എവിടെ എത്തി നിൽക്കുന്നു? ഈ റബീഉൽ അവ്വലിൽ മാത്രം കുറച്ച് ബൾബുകൾ തൂക്കി, തോരണങ്ങൾ തൂക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടി പറഞ്ഞ് കുറച്ച് സ്വലാത്ത് ചൊല്ലി ഒപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. നാം നമ്മുടെ നിത്യ ജീവിതത്തിലുടനീളം നമ്മുടെ ദിനേന നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, അക്സിറു സ്വലാത്ത അലയ്യ ഫഇന്ന സ്വലാത്തകും മഗ്ഫിറത്തുൻ അലയ്യ മഗ്ഫിറത്തുൻ ലിദുനൂബിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ എന്നെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കൂ. ചൊല്ലു എന്നല്ല പറഞ്ഞത്, നബി തങ്ങൾ വർദ്ധിപ്പിക്കൂ എന്നാണ് പറഞ്ഞത്. തീർച്ചയായും എന്റെ മേലുള്ള നിങ്ങളുടെ സ്വലാത്ത് നിങ്ങൾക്ക് തന്നെയുള്ള മഗ്ഫിറത്താണ്. അല്ലാണ്ട് നബി തങ്ങൾക്ക് വസീലത്തിനെ തേടിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തായാലും കിട്ടേണ്ടതാണ് ആ സ്ഥാന പദവികൾ. പക്ഷേ നമ്മുടെ മഗ്ഫിറത്തിന് വേണ്ടി നബി തങ്ങൾ നമുക്ക് തന്നെ പഠിപ്പിച്ചു തരികയാണ്. ആ സത്യസരനെ സമ്മാനിച്ച മുത്തുനബിയെ നാം സ്നേഹിക്കേണ്ടതുണ്ട്. മനുഷ്യത്വം അറിവിച്ച മനസ്സുകളെ മദീനയുടെ മലർവാടിയിലേക്ക് മാടി വിളിച്ച മദീനയുടെ മണവാളനാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും വലിയ മഹാപദവിയിൽ ഇരുന്നിട്ടും, സ്വർഗീയ ഉദ്ഘാടകനാണെങ്കിലും അഹങ്കരിക്കാൻ മറ്റു പലതുമുണ്ടെങ്കിലും, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സദാ വിനയാന്വിതനായിരുന്നു, എപ്പോഴും താഴ്ന്നു നിന്ന് കൊടുത്തു. അതല്ലേ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. തീർച്ചയായും നബിയെ അങ്ങ് മഹത്തരമായ സ്വഭാവത്തിനുടമയാണ്. സാധാ സ്വഭാവത്തിനുടമയല്ല, മഹത്തരമായ സ്വഭാവത്തിനുടമയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിനയം നമുക്ക് മറ്റൊരു സ്ഥലത്ത് കൂടി കാണാൻ സാധിക്കും. അങ്ങനെ ബദറിലേക്കുള്ള യുദ്ധവേളയിൽ മൂവർ സംഘത്തിനുണ്ടായിരുന്ന ഒറ്റ ഒട്ടകം ഉണ്ടായിരുന്നുള്ളൂ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊഴം വെച്ചു സഞ്ചരിക്കാനായിരുന്നു പ്ലാൻ. അങ്ങനെ നബി തങ്ങൾ കാൽനടയായി യാത്ര ചെയ്യുകയുണ്ടായി. അപ്പോൾ നാം എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നല്ല രീതിയിൽ സ്നേഹിക്കണം, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിടാൻ നിങ്ങൾക്ക് നന്ദി. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.